94,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്. ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? ഫുൾ സർവീസ് റെക്കോർഡ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് ചോദിക്കുന്നത് നമ്പർ ആക്കിയിട്ട് വണ്ടി നമ്മളെടുത്ത് എടുക്കുന്നില്ല. ഓക്കെ. ഇതിപ്പോൾ NOC എവിടെയെങ്കിലും എടുത്തോ? ഇത് എവിടേക്കും NOC എടുത്തിട്ടില്ല. നിങ്ങളുടെ RTOയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. എവിടെയാണോ ഏത് RTO ആണോ അവിടത്തേക്ക് NOC എടുത്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് ഓണറിലാണുള്ളത്. ഓക്കെ. അപ്പോൾ കുറച്ച് റയറാണ്. ഇത് തപ്പുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ഇത് റയറാണ്. മേജർ വർക്കൊന്നുമില്ല അല്ലേ? ഒരു വർക്കുമില്ല. ഇത് മാറണ എത്ര വേണ്ടി വരും കേരളത്തിലോട്ട്? ഇതൊരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും. 1.5 ലക്ഷം കണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പുതിയൊരാളെ പരിചയപ്പെടുത്തരാം. റഫീഖ സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഓട്ടോ വോഗ് അല്ലേ? ഓട്ടോ വോഗ് എന്നാണ് ഇവരുടെ ഷോറൂമിൻ്റെ പേര്. മെയിനായിട്ട് വണ്ടികൾ, ഡൽഹി വണ്ടികൾ കേരളത്തിലെത്തിച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഡീലർഷിപ്പാണ്. ഓക്കെ. ഇപ്പോൾ ഓഫീസോ കാര്യങ്ങളോ എന്തെങ്കിലും? ഡൽഹിയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇത് ചെയ്യുന്നുണ്ട്. റൂം ചെയ്തിട്ടുണ്ട്. അടുത്ത അതിൻ്റെ ജനുവരി 1-ാം തീയതി അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകും. ഓക്കെ. കോഴിക്കോട് കക്കോടിയാണ് ലൊക്കേഷൻ. ഓക്കെ. ഇത് പ്രോപ്പർ എവിടെയായിട്ട്? ചിലപ്പുറം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ കൂടുതൽ ക്രിസ്റ്റകൾ തന്നെയാണല്ലോ? 7 ക്രിസ്റ്റകൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഫോർച്യൂണറുകൾ ഒക്കെ ഉണ്ട്. ആദ്യം എങ്ങനെ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഫസ്റ്റ് വീഡിയോ ആണ്? ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളതിൽ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. ആദ്യം ഡീലേഴ്സിന് കൊടുത്തോണ്ടുന്നതാണ്. ഇപ്പോഴും ഡീലേഴ്സിന് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നമ്മളും പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഓക്കെ അപ്പോൾ ഏകദേശം ആ പ്രൈസ് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ഉറപ്പിലേക്ക് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾ ഇപ്പോൾ പലരും എന്ന് വെച്ചാൽ ഡൽഹി പോയിട്ട് വാഹനങ്ങൾ എടുത്തിട്ട് പല കാര്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പല ഫ്രോഡ് പരിപാടികൾ പലതും നടക്കാറുണ്ട്. അപ്പോൾ ഇതിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എടുത്തു തരുന്ന വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഫുൾ ചെക്കിംഗ് കമ്പനി ഹിസ്റ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഡയറക്റ്റ് എല്ലാ വണ്ടിയും നമ്മൾ ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വണ്ടികളാണ്. ഡയറക്റ്റ് അങ്ങോട്ട് കയറ്റിവിടുന്ന പരിപാടിയില്ല. നമ്മൾ ഡയറക്റ്റ് പോയി ഒരു വണ്ടിയാണെങ്കിലും പോയി ചെക്ക് ചെയ്തിട്ടേ കൊണ്ടുവരും. ഇപ്പൊ എത്ര വർഷത്തോളം ഈ ഫീൽഡിൽ? 5-6 വർഷം. 5 വർഷത്തിൽ അധികമായി. നമ്മൾ പോലും വരലും ഏകദേശം 6 വർഷത്തോളം അല്ലേ? ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. ക്രിസ്റ്റകൾ വേണമെന്നുണ്ടെങ്കിൽ DL പ്രൈസിന് മൂപ്പര് കൊടുക്കുന്നുണ്ട്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ. ആദ്യത്തെ ക്രിസ്റ്റ വൈറ്റ് തന്നെ ഇപ്പം 4 ഉണ്ട് അല്ലേ? 4. ഓക്കെ. ഇതെങ്ങനെയാ മോഡൽ? ഇത് 2017 ഫസ്റ്റ് ഓണർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ KL11 രജിസ്റ്റർ ചെയ്തപ്പോൾ സെക്കൻഡ് ഓണറായി. കോഴിക്കോട് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. 126 കിലോമീറ്റർ ആണ്. നോ റീപ്ലേസ്മെന്റ്. ഏതാ? 2017 മോഡൽ. KL11 ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ? ഏതാ? Z ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, ടോപ്പ് മോസ്റ്റ് മോഡൽ. അതായത് ക്രിസ്റ്റയിൽ അധിക പേരും തിരയുന്ന ഒരു മോഡലാണ് Z ഓട്ടോമാറ്റിക്. പ്രത്യേകിച്ച് വൈറ്റും. തീർച്ചയായും. ഓക്കെ. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പീരിയോഡിക് എല്ലാം കറക്റ്റ് പോയിട്ട്? കറക്റ്റ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, ഒരു ക്ലെയിമില്ല. ക്ലെയിമൊന്നുമില്ല. 0 ക്ലെയിം വാഹനമാണ്. 2017 Z ഓട്ടോമാറ്റിക് KL11 കോഴിക്കോട് രജിസ്ട്രേഷനായി. നിങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല. ചില സ്ഥലത്ത് ഇപ്പോൾ NOCക്കൊക്കെ ഇഷ്യൂ വരുന്നുണ്ട്. ഇതെവിടെ രജിസ്ട്രേഷൻ? HR അല്ലേ? ഇത് HR ആയിരുന്നു. ഇപ്പോൾ HR26. ഇത് മാറി ഇപ്പോൾ KL11 HR26 ഗുഡ്ഗാവിലാണ് ഇപ്പൊ NOCയുടെ ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഡിലേ വരുന്നുണ്ട്. പണ്ട് കേരളത്തിൽ സംഭവിച്ച പോലെ തന്നെ. ഓക്കെ. കാർഡില്ലാത്തൊരു ഇഷ്യൂ. അതെ തീർച്ചയായും. അത് ഡീറ്റെയിലേക്ക് ആക്കാണ് മൊത്തത്തിൽ. ഇതിപ്പോ പ്രൈസിങ് എങ്ങനെയാ? ഇത് ഫൈനൽ കിട്ടേണ്ടത് 18 lakhs ആണ് ആസ്കിങ്. ബാക്കി ഓൺ ദ ടേബിൾ എന്തെങ്കിലും വളരെ കുറച്ച്. ഓക്കെ. ചെറിയ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കരുത്. ഓക്കെ. ഏകദേശം ഫൈനലാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞ 2018 മോഡൽ Z ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. എടുക്കുക, ഓടിക്കുക. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. ലോൺ കയറും ഇതിൽ? കയറും. എത്ര വരെ? ഇതിന്റെ ഒരു 90% നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 90% ലോൺ കയറും. ഓക്കെ. ഇതുമായിട്ട് കയറും. ഓക്കെ. നിങ്ങൾ ലോൺ എല്ലാ കമ്പനികളും ചെയ്തു കൊടുക്കും? അടുത്തതാ വീണ്ടും വൈറ്റ് ക്രിസ്റ്റ തന്നെ. ഇതും KL76 മാറി. നന്മണ്ട രജിസ്ട്രേഷൻ അല്ലേ? കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷനിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല ഇപ്പോൾ നിലവിൽ. നമ്പർ പ്ലേറ്റ് ആയില്ല. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2019 ആണ്. 19 ഡിസംബർ വണ്ടിയാണ്. ഓക്കെ. 19 ഡിസംബർ വണ്ടിയാണ്. 2019 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണറിലുള്ളതായിരുന്നു. ഇപ്പം KL76 രജിസ്റ്റർ ചെയ്തപ്പോൾ സെക്കൻഡ് ഓണറായി. ഓക്കെ. എത്ര ഓട്ടം പോയത്? ഇത് 187-188 അടുത്ത്
പ്രോപ്പർ സർവീസ് ഉണ്ട്. പ്രോപ്പർ സർവീസ് അല്ല, സർവീസ് കറക്റ്റ് ഉണ്ട്. 188 വരെ സർവീസ് ഉണ്ട്. ഓക്കെ, പുറത്തും ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടിയുടെ നിലവിലുള്ള മെക്കാനിക്കൽ ഒക്കെ പക്ക 100% പെർഫെക്റ്റ് ആണ്, ഫിറ്റ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ബാക്കി ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും അതായത് പ്രോപ്പർ സർവീസ് ഇല്ല എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മളൊരു വണ്ടി എടുത്താൽ ചിലപ്പോൾ ഫുള്ള് കമ്പനിയിൽ നിന്ന് കയറ്റണമെന്നില്ല, പുറത്തും ചെയ്തിട്ടുണ്ട്. നിലവിലെ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലേ? അവിടെ ആണെങ്കിൽ കൊണ്ടുപോയാൽ അവിടെ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് വെച്ച് കൊടുക്കും. അവിടെ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. അവർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. 2019 ഏതാ ഓപ്ഷൻ? G4 ആണോ? ഇത് G4 മാനുവൽ. G4 മാനുവൽ ആണ്. 19 എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇതിന് ചോദിക്കുന്നത് 13,90,000 രൂപ. 13,90 KL 76 നമ്പറായി കഴിഞ്ഞ പുതിയ ഇൻഷുറൻസ് അടക്കം. പുതിയ ഇൻഷുറൻസും ഒന്നും ചെയ്യാനില്ല, ഇതും കൊണ്ടുപോകാൻ ഓടിക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിപ്പോൾ 3ാമത്തെ വണ്ടിയാണ്. ഇതും കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വാഹനമാണ്. അത് നിങ്ങൾക്ക് തലവേദനയില്ല. ഓക്കെ, KL 11 മാറി കഴിഞ്ഞു. ഇതും ഡൽഹി വണ്ടിയായിരുന്നു. ഡൽഹി വണ്ടിയാണ്, DL നമ്പറിലായിരുന്നു. KL 11 രജിസ്റ്റർ ചെയ്തു. KL 11 ഇപ്പോൾ ഉള്ളത്. ഓക്കെ, മോഡൽ ഏതാ? ഇത് 2018 G4 മാനുവൽ. G4 നേരത്തെ 19 കണ്ടു, ഇത് 18 G4 മാനുവൽ ആണ്. ഓട്ടം 150, 1.5 ലക്ഷം കിലോമീറ്റർ. ജെന്യൂൻ സർവീസ് ആണ്. സർവീസ് ഒക്കെ കറക്റ്റ് ആണ്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി, പക്ക ക്ലിയർ വണ്ടി, ഒന്നും ചെയ്തിട്ടില്ല. ആസ് ഇറ്റ് ഈസ് അവിടെ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെയാണ്. ആ കണ്ടീഷൻ തന്നെയുള്ളത്, ഒരു സംഗതിയും ചെയ്തിട്ടില്ല. ഓക്കെ, 18 മോഡലിൽ ഇങ്ങോട്ടേക്ക് റീ ആയി കഴിഞ്ഞു. KL 11 ഇതിലും ഒന്നും ചെയ്യാനില്ല. നേരത്തെ കണ്ട വണ്ടികളിലെല്ലാം ലോൺ സൗകര്യം കിട്ടും. നേരത്തെ കണ്ട KL 76 ലോൺ കിട്ടും. ഇതിലൊരു 90% ലോൺ കയറൂലേ? അത് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്ത് ട്രാക്ക് കറക്റ്റ് ആണെങ്കിൽ 90% ലോൺ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? 12,90,000 രൂപ കൊടുക്കാം. 12,90,000. നേരത്തെ കണ്ട 13,90,000 ആയിരുന്നു അല്ലേ? ഓക്കെ, അത് 19 മോഡലായിരുന്നു. ഇത് 12,90,000 G4 മാനുവൽ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും ഒരു 18 ലക്ഷം വരെ ചാൻസ് ഉണ്ട്. 18 ലക്ഷം വരെ ചാൻസ് ഉണ്ടോ ലോൺ? ഒരു 17-17 വരെയൊക്കെ അല്ല. നമ്മൾ ഇതിന് ആസ്കിങ് ചെയ്യുന്ന 12,90,000 അല്ലേ? സോറി, ഞാൻ മൈൻഡ് മാറിപ്പോയതാ. 12 ലക്ഷം വരെ ചാൻസ് അല്ലേ? 10 ലക്ഷം 11 ലക്ഷം റുപ്യ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രയുണ്ട്. 90%. ആളെ പ്രൊഫൈൽ മാതിരിയാണ് ലോൺ. വണ്ടിന്റെ വാല്യൂ നമ്മൾ വണ്ടിന്റെ വാല്യൂ എന്തായാലും ഉണ്ടല്ലോ, ബാക്കി ആളുടെ പ്രൊഫൈൽ ആളെ പ്രൊഫൈൽ മാതിരി. ഓക്കെ, 12,90,000 കൊണ്ടുപോകാം. എന്നോട് മാറിപ്പോയതാണ് നേരത്തെ പറഞ്ഞപ്പോൾ, സോറി. അടുത്ത വണ്ടി, അടുത്തത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത ക്രിസ്റ്റയാണ്. നമ്മൾ നേരത്തെ കണ്ട KL 76 രജിസ്ട്രേഷൻ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 വണ്ടിയാണ്. ഇപ്പൊ നമ്പർ ആയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ സെക്കൻഡ് ഓണർ അവർക്ക് തന്നെ ആവാം. NOC എടുത്തു കൊടുക്കാം. കൂടുതലും ഫസ്റ്റ്, അതായത് അവിടുന്ന് വരുമ്പോൾ ഫസ്റ്റ് ഓണർ വണ്ടിയല്ല, സെക്കൻഡ് ഓണർ വണ്ടി നമ്മളെടുത്ത് എടുക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ NOC എവിടെയെങ്കിലും എടുത്തോ? ഇത് എവിടേക്കും NOC എടുത്തിട്ടില്ല. നിങ്ങളുടെ RTOയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. എവിടെയാണോ ഏത് RTO ആണോ അവിടത്തേക്ക് NOC എടുത്തു കൊടുക്കാം. ഇത് ഫസ്റ്റ് ഓണറിലാണുള്ളത്. ഇപ്പോൾ എവിടെയുള്ള HR? ഇപ്പോൾ രജിസ്ട്രേഷൻ DL. ഓക്കെ, ബാക്കി ഏതാ ഓപ്ഷൻ? ഏതാ? G മാനുവൽ ആണ്. G4 മാനുവൽ ആണ്. 1,48,000 റീസെന്റ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ. 18. ഓക്കെ, എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇതിന് ചോദിക്കുന്നത് 1290 നമ്പർ ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, 12,90 സെയിം റേറ്റ് തന്നെ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. പക്ഷേ ഇതിന്റെ ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. ആക്സിഡന്റ് ആയിട്ട് മാറിയല്ലോ? അല്ലല്ല, ഷേപ്പ് മാറ്റിയല്ലേ? ഉണ്ട്. ഓക്കെ, ആക്സിഡന്റ് ആക്കിയിട്ട് ഒന്നും സാധനമല്ല. കംപ്ലീറ്റ് ആർക്ക് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം. നമ്പർ ആക്കിയിട്ടാണ് 12,90 NOC പ്രൈസ് അല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ വീണ്ടും വൈറ്റ് തന്നെ. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡലാണ്. ഇത് എവിടെ രജിസ്ട്രേഷൻ വരുന്നത്? ഇത് KL 11 റീ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ. ഏതാ മോഡല്? 2017 മോഡൽ. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ, 17 G4 മാനുവൽ. 17 G4 മാനുവൽ, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. KL 11 കോഴിക്കോട് നമ്പറായി. ഇതിനും മാക്സിമം ലോൺ സൗകര്യം ഒക്കെ കിട്ടും. നീറ്റ് വണ്ടി അല്ല, പ്രോപ്പർ സർവീസ്. 10 ലക്ഷം റുപ്യന്റെ മുകളിൽ ലോൺ കിട്ടും. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിന് ചോദിക്കുന്നത് 12,70,000 രൂപ. 12,70,000. 17 മോഡൽ G4 മാനുവൽ, കേരള നമ്പർ ആയ വാഹനമാണ്. ഓക്കെ, ന്യൂ ഇൻഷുറൻസ് ആണ്. 1 മാസം 1.5 മാസമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഇതിന്റെ ഹിസ്റ്ററി കറക്റ്റ് അല്ല. ഒരു 50,000 കിലോമീറ്റർ വരെ സർവീസ് ഹിസ്റ്ററി ഉള്ളൂ, ബാക്കി ഇല്ല. പുറത്തുനിന്നാണ് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ചെക്ക് ചെയ്ത് അവർക്ക് ചെക്ക് ചെയ്തൊക്കെ വണ്ടി ചെക്ക് ചെയ്തൊക്കെ ഒരു സാധനം ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, അടുത്ത ക്രിസ്റ്റയാണ്. ഇത് ഷേപ്പ് ഒന്നും മാറിയിട്ടില്ല. ഒറിജിനൽ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 ലാസ്റ്റ് വണ്ടിയാ. Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, ടോപ്പ് മോസ്റ്റ് ഓപ്ഷനാണ്. 2019 Z ഓട്ടോമാറ്റിക്. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്. ബാക്കി വണ്ടി ഫുൾ ഒറിജിനൽ ആണ്. ഒരു കംപ്ലൈന്റും ഇല്ല. 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,36. പ്രോപ്പർ സർവീസ് ഉണ്ട്. 1,29 വരെ സർവീസ് കറക്റ്റ് സർവീസ് ഉണ്ട്. ഓക്കെ, 1,29,000 കിലോമീറ്റർ വരെ
കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്. 1:36 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. അത് പുറത്തുനിന്നാ അല്ല ഇവിടെ വന്ന് ചെയ്താ, ഇവിടെ ടൊയോട്ട തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ടൊയോട്ട ചെയ്താ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട് വാഹനത്തിന്. എന്തായാലും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്, ബാക്കി എല്ലാം ടോട്ടലി വണ്ടി. എവിടെയെങ്കിലും രജിസ്റ്റർഡ് ആയോ? ഇല്ല, ഇതായിട്ടില്ല. ഈ വണ്ടി വന്നിട്ട് 4-5 ദിവസമായിട്ടേ ഉള്ളൂ. NOC എടുത്തിട്ടില്ല അല്ലേ? NOC എടുത്തിട്ടില്ല. ഓക്കെ, ഇത് NOC പ്രൈസിലും കൊടുക്കാം, നമ്പർ ആക്കിയിട്ടും കൊടുക്കാം. ഓക്കെ, ഇതെങ്ങനെ നിങ്ങൾ എങ്ങനെ ഓടിച്ചു കൊണ്ടുവരാണ് ചെയ്യുന്നത്, അതോ ഈ വണ്ടി ഞാനും മോനും കൂടെ ഓടിച്ചു കൊണ്ടുവന്നതാ. ഞങ്ങൾ ബൈ റോഡ് വന്നതാ. അപ്പൊ തന്നെ ഏകദേശം എന്തെങ്കിലും പ്രശ്നം പുറത്തു വരും. കൊണ്ടുവരുന്ന വണ്ടികൾ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? എല്ലാ വണ്ടികളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാം മക്കളാണല്ലോ, രണ്ടുപേരും മാറി മാറി വണ്ടികൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വണ്ടിയും ഒരു ദിവസം യൂസ് ചെയ്യുന്ന വണ്ടിയല്ല പിറ്റേന്ന് യൂസ് ചെയ്യും. നമ്മളെ എല്ലാ സ്റ്റോക്കും മാറി മാറി ഉപയോഗിക്കും, യൂസ് ചെയ്യും. നമുക്ക് പേഴ്സണൽ വണ്ടി എന്ന് പറഞ്ഞതില്ല. വെച്ചിട്ട് വരുന്ന വർഷങ്ങളൊന്നും വണ്ടിയിലില്ല. ഓക്കെ, ഇതിപ്പോ എത്രയാ ഇങ്ങോട്ട്? നമ്മൾ NOCയിലാണ് കൊടുക്കുന്നതെങ്കിൽ 17 ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മാറണമെങ്കിൽ മാറുന്നതിന്റെ ടാക്സും കൂടെ എത്ര വരും? 1.5 കാണോ? 2ന്റെ മുകളിൽ വരും. Z ഓട്ടോമാറ്റിക് ആയതിനെ കൊണ്ട് 2ന്റെ മുകളിൽ വരും. നമ്മളെ ഇതിന് NOC പ്രൈസ് ആണ്, വിത്ത് NOC 17 ലക്ഷം രൂപ. 17 ലക്ഷത്തിന് 2019 Z ഓട്ടോമാറ്റിക് NOC പ്രൈസിൽ കൊണ്ടുപോകാം. 2.5 മാറാൻ കണ്ടു വരും. അടുത്ത ക്രിസ്റ്റ ഡൽഹി രജിസ്ട്രേഷൻ വാഹനം. ഇത് NOC എടുത്തിട്ടുണ്ട്. KL76 നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. 76 നന്മണ്ട തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? 2018 G ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഓണറിലായിരുന്നു ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഓണറിലേക്ക് ഇപ്പോൾ നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. 94,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്. ഫുൾ സർവീസ് ഉണ്ട്, ഫുൾ സർവീസ് റെക്കോർഡ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് ചോദിക്കുന്നത് നമ്പർ ആക്കിയിട്ട് 1625. 16-25 2018 G ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ 96,000 കിലോമീറ്റർ ഫുൾ സർവീസ്. 94,000 ഫുൾ സർവീസ് പോയ വാഹനമാണ്. കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണിത്. 16,25,000. ഇതിന്റെ മുകളിൽ നിങ്ങൾ അഡീഷണൽ ഒരു പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ലാസ്റ്റ് സർവീസ് എപ്പോൾ കഴിഞ്ഞ് അറിയോ? റീസെന്റിലാണ് കഴിഞ്ഞത്. അപ്പൊ ഇനി 10,000 ആയിട്ട് ചെയ്താൽ മതി അല്ലേ? 10,000 കിലോമീറ്റർ ഓടിയിട്ട് ചെയ്താൽ മതി. 10,000 ആക്കണ്ട, നിങ്ങൾ 8,000 കിലോമീറ്റർ ഓടിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. ഡീസൽ അടിക്കുക, ഓടിക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, 16,000 G ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഫോർച്യൂണർ. ഡൽഹി രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഉള്ളത്. കേരള ആയോ? കേരള ആയിട്ടില്ല, ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇല്ല, NOC എടുത്തിട്ടില്ല, കേരള ആക്കിയിട്ടില്ല. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മാനുഫാക്ചറിങ് 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 4x4 ഓട്ടോമാറ്റിക്കിലാണുള്ളത്. 4x4 ഓട്ടോമാറ്റിക്, കുറച്ച് റയർ പീസാണ്. വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഒരു റീപ്ലേസ്മെന്റും സംഗതികളൊന്നുമില്ല. മേജർ റീപ്ലേസ്മെന്റ് സംഗതികളൊന്നുമില്ല. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറിലാണ് ഇപ്പോൾ ഉള്ളത്. NOC പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ഓണർ ആയതിനെ കൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ല. ഓൾറെഡി സെക്കൻഡ് ഓണർ ആണല്ലോ, അതുകൊണ്ട് പിന്നെ മാറ്റിയാൽ പിന്നെ തേർഡ് ഓണർ പിന്നെ ഫോർത്ത് ഓണർ ബുദ്ധിമുട്ടായതിനെ കൊണ്ട് മാറ്റിയിട്ടില്ല. സെക്കൻഡ് ഓണറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങളെ RTOയിൽ NOC എടുത്ത് എത്ര ഇതിന് ചോദിക്കുന്ന പ്രൈസ് 12,75,000 രൂപ. 12,75 NOCയിൽ 15 മോഡൽ 16 രജിസ്ട്രേഷൻ 4 വീൽ ഓട്ടോമാറ്റിക് 4x4 പക്ക 4x4 വർക്കിംഗ് ആണ് കണ്ടീഷൻ സാധനം. ഓക്കെ, അപ്പോൾ കുറച്ച് റയറാണ്. ഇത് തപ്പുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ഇത് റയറാണ്, മേജർ വർക്ക് ഒന്നുമില്ല അല്ലേ? ഒരു വർക്കും. ഇത് മാറണ എത്ര കണ്ടി വരും കേരളത്തിലോട്ട്? ഇതൊരു 1.5 ലക്ഷം രൂപ കണ്ടി വരും. 1.5 ലക്ഷം കണ്ടാൽ മതി. ഓക്കെ, 12,000 NOCയിൽ നിങ്ങളുടെ RTOയിൽ എടുത്തരും. അതാണ് NOC ടാക്സ് എത്രയാണോ അത് പാർട്ടി അടയ്ക്കണം. ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് ഇല്ല, എടുത്തു കൊടുക്കും. ഫുൾ കവർ തന്നെ എടുത്തു കൊടുക്കും. ഫുൾ കവർ ഇൻഷുറൻസ് NOC എടുത്തു കൊടുക്കും. ഒന്നും ചെയ്യാനില്ല പറയാം അല്ല. ഇപ്പോൾ സർവീസ് എല്ലാം ഹിസ്റ്ററി അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. 12,000 ചോദിക്കുന്നത്. 12,300 NOC പ്രൈസാണ്. 12,70,000. താല്പര്യം എന്തായാലും വിളിക്കാം. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഏതൊക്കെ വണ്ടി വരാനുണ്ട് ഇപ്പോൾ സ്റ്റോക്കിൽ? ഏതൊക്കെ വരാനുണ്ട്? സ്റ്റോക്കിൽ ഇപ്പോൾ പജീറോ വരാനുണ്ട്, ക്രിസ്റ്റ വരാനുണ്ട്, ന്യൂ ഷേപ്പ് ഫോർച്യൂണർ വരാനുണ്ട്. പജീറോ ഏതാ? ബുൾഡോഗാ? അല്ല, ആ ബുൾഡോഗ് അല്ല, SFX. ഓക്കെ. 2005 വരാനുണ്ട്, 2007 വരാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഇങ്ങനത്തെ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇന്നോവകൾ എടുക്കാറുണ്ടോ? അതോ? ഇന്നോവകൾ എടുക്കാറുണ്ട്. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓട്ടോ വോക്ക് അതിൻ്റെ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത്, കക്കോടി. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു. ബൈ.